ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാറുടെ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 3 അയില എടുത്തിട്ടുണ്ട്. ഏകദേശം 1/4 കിലോളം വരും. അത് നമുക്ക് കുടംപുളി ചേർത്ത് കുറുകിയ ചാറോടുകൂടി ഒരു കറി വെച്ച് നോക്കാം. അപ്പോൾ ഞാനിവിടെ അയില കഴുകി അതിൻ്റെ പൂവും കുടലും ഒക്കെ കഴുകി കളഞ്ഞ് 4-5 വെള്ളത്തിൽ കഴുകി വരഞ്ഞ് നുറുക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് ഒരു അരമുറി സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 5-8 ചുവന്നുള്ളി അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്, ഇഞ്ചി അരിഞ്ഞത്, വെളുത്തുള്ളി അരിഞ്ഞത്, കറിവേപ്പില അരിഞ്ഞത് എന്നിവ നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു 4 ഇതള് കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മളിന്ന് വിറകടുപ്പിലാണ് ചെയ്യാൻ പോകുന്നത്. വിറകടുപ്പ് കത്തിച്ചിട്ടുണ്ട്. നമുക്കിനി ഒരു ചെറിയ മീഡിയം സൈസിലുള്ളൊരു മൺചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി നന്നായിട്ട് ചൂടാകും വരെയും തീ കത്തിച്ച് കൊടുക്കാം. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു പിഞ്ചോളം ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് ഒരു 1.5 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി നന്നായിട്ട് ഇതായിട്ട് വരുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള, ചുവന്നുള്ളി, കറിവേപ്പില, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി എന്നിവ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് വഴറ്റി വേവിച്ചെടുക്കാം. അപ്പോൾ തീ കുറച്ചിട്ട് നമുക്ക് അതൊന്ന് വഴറ്റി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റണം. ഉള്ളി സവാളയൊക്കെ നന്നായിട്ട് വേവണം. അപ്പോൾ നമുക്കതൊന്ന് വഴറ്റി നന്നായിട്ട് മുരിച്ചെടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റോളം നേരം വഴറ്റുമ്പോഴേക്കും അത് വഴണ്ട് വരും. ഏകദേശമൊക്കെ വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാം. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് വഴറ്റി പൊരിച്ചെടുക്കാം. ചെറിയ രീതിയിലാണ് ഞാനിട്ട് വഴറ്റുന്നത് കേട്ടോ. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ നമുക്ക് 1 ടീസ്പൂണോളം ഫിഷ് മസാല ഞാൻ ചേർക്കുന്നുണ്ട്. അത് ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റി പൊടികളുടെ പച്ചമണമൊക്കെ മാറി പൊടികളൊക്കെ വറന്ന് വരുമ്പോഴേക്കും നമുക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം. കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴറ്റി വരുമ്പോഴേക്കും നമുക്ക് ആവശ്യത്തിന് ഉള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് കുടംപുളിക്കായിട്ട് യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒന്ന് ഇളക്കി തിരുമ്മിയൊക്കെ എടുക്കാം. ഇനി നമുക്കൊരു മൂടപാത്രം വെച്ച് അടച്ച് നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു 5 മിനിറ്റോളം ആയിട്ട് അധികം തിള വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഉപ്പ് ലേശം കുറവായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം പാകത്തിന് ഉപ്പായി. ഇനി നമുക്ക് അടച്ചു വെച്ച് ഒന്നും കൂടി തിളപ്പിക്കാം. ഇനി നമുക്ക് തുറന്ന് നോക്കാം. തിള വന്നിട്ടുണ്ട്. നമുക്കിനി മീൻ കഷ്ണങ്ങൾ
ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി വഴറ്റി ചുറ്റിച്ച് കൊടുക്കാം. ഇനി നമുക്കൊരു 10-15 മിനിറ്റോളം നമുക്ക് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കണം. നമുക്കൊരു മൂടപാത്രം കൊണ്ട് അടച്ച് നമുക്കൊരു 5 മിനിറ്റോളം വേവിക്കാം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. തിളയൊക്കെ വന്നു, വെള്ളം വറ്റി തുടങ്ങി. നമുക്കൊന്നും കൂടി അടച്ച് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റോളം 15 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ കറി ഏകദേശം റെഡിയായി. നമുക്കതൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കടി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഉഗ്രം ബെസ്റ്റ് കറിയാണ്. അപ്പോൾ നമ്മുടെ അയലക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും നന്ദി.